ഫ്രണ്ട്സ്, പുതിയ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമ്മൾ ചെയ്യാൻ പോണെന്ന് വെച്ചാൽ 220ന്റെ കാർബറേറ്റർ വെച്ച് ക്ലീൻ ചെയ്യുന്ന ഒരു വീഡിയോ ആണ്. അപ്പൊ എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടത്, ഏതൊക്കെ പാർട്ടാണ് അയക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നൊക്കെയാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. മിസ്റ്റിംഗ് പ്രോബ്ലം, നമ്മളെ പുള്ളിങ് പ്രോബ്ലം ഒക്കെ ഈ ഒരു കാർബനെ കൊണ്ട് വരും. അതുകൊണ്ട് എന്തൊക്കെ കാര്യങ്ങളാണ് നമ്മൾ അവര് ക്ലീൻ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്നാണ് ഞാൻ ഈ വീഡിയോയിൽ പറയുന്നത്. നമ്മൾ സമയം കളയാണ്ട് എങ്ങനെയാണ് നമ്മൾ കാർബറേറ്റർ ക്ലീൻ ചെയ്യേണ്ടതെന്ന് നമ്മൾ നോക്കാം. ഓക്കെ, നമുക്ക് വീഡിയോയിൽ പോകാം. വീഡിയോ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇത് 220 BS4 കാർബറേറ്ററാണ്. കണ്ടില്ല, അതിനാണ് ആ സൈഡിൽ ഒരു എയർ പൈപ്പ് അങ്ങനെ വരിക. ബാക്കിയൊക്കെ സെയിം ആണ്. ചോക്ക്, പിന്നെ ഇലക്ട്രിക് കേബിൾ കൊടുക്കുന്ന നോവ് ഒക്കെ സെയിം ആണ്. പിന്നെ അതിൻ്റെ കംപ്ലൈൻറ്റ് എന്ന് വെച്ചാൽ നമ്മളെ മിസ്സിങ് ആണ്, നല്ല മിസ്സിങ് ആണെന്നാണ് കസ്റ്റമർ പറഞ്ഞത്. നമ്മൾ അയക്കുന്ന വീഡിയോ എടുത്തില്ല, കുറേ വീഡിയോ നമ്മൾ എടുത്താണ് നമ്മളെ ചാനലിൽ നിന്നുണ്ട്. അതുകൊണ്ട് ഫസ്റ്റ് നമ്മൾ ഈ ഒരു 4 ബോൾട്ടാണ് ലൂസാക്കി എടുക്കേണ്ടത്, താഴെ വരുന്നത്. അതുകൊണ്ട് ഈ ബോൾട്ട് സ്ലിപ്പൊക്കെ ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് നിങ്ങൾ നല്ല സ്റ്റാർ ചെയ്ത് ഉപയോഗിച്ച് അയക്കണം. അന്നുമ്പോൾ അയച്ചിട്ട് ഒറ്റയടിക്ക് കിട്ടിയില്ലെങ്കിലും നല്ല തട്ടിട്ട് അയച്ചാൽ മതി. തട്ടുമ്പോൾ പൊട്ടിപ്പോവൊക്കെ നോക്കണം, അങ്ങനെ ആകുമ്പോൾ ശ്രദ്ധിക്കണം. അങ്ങനെ പെട്ടെന്ന് കിട്ടിക്കോളണമെന്നില്ല. നമ്മൾ ഇത് സ്റ്റാർ പുതിയ സ്ക്രൂ കെട്ടതാണ്, കണ്ടില്ലേ. ഇതിൻ്റെ മുന്നേ അയച്ചപ്പോൾ അതുകൊണ്ട് നിങ്ങൾ അയച്ചില്ല തന്നെ സ്ലിപ്പൊക്കെ ആണെങ്കിൽ ആ ബോൾട്ട് മാറ്റിക്കളാണ്ട്. പിന്നെ നമുക്ക് അതിൻ്റെ ഉള്ളിൽ 2 ജെറ്റ് ലൂസാക്കി എടുക്കണം. പിന്നെ ഈ ഒരു ഫ്ലോട്ടും നീഡിലും ലൂസാക്കണം. നമ്മൾ കാർപ്പറ്റ് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു ക്ലീൻ ചെയ്യണം. അതിൻ്റെ കൂടെ അയച്ചെടുത്ത് കണ്ടില്ല, നീഡിൽ ഫ്ലോട്ട്. അതിന് കംപ്ലയിൻ്റ് ഉണ്ടെങ്കിലാണ് ഓവർഫ്ലോ ഒക്കെ വരാൻ സാധ്യത ഉണ്ടാവും. പിന്നെ നമ്മൾ ഉള്ളത് 2 ജെറ്റ് ഉണ്ടാകും, കണ്ടോ. ഒന്ന് വലിയ ജെറ്റ്, ഒരു ചെറിയ ജെറ്റ് ഉണ്ടാവും. അത് നമ്മൾ നിർബന്ധമായിട്ടും അയച്ച് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിൻ്റെ ഓൾസൊക്കെ കണ്ടില്ലേ, നമ്മളെ ഈ കരട്ടൊക്കെ ഇറങ്ങി ബ്ലോക്ക് ആകുമ്പോഴാണ് ഈ മിസ്സിങ് പ്രോബ്ലം, പുള്ളിങ് പ്രോബ്ലം ഒക്കെ വരിക. അവിടെ ചെറിയ ജെറ്റ് അയക്കുമ്പോൾ ശ്രദ്ധിക്കണം, ചിലത് സ്ലിപ്പായി പോകുന്നുണ്ട്. അതുകൊണ്ട് നല്ല സ്ക്രൂ ഡ്രൈവർ എന്ന് വെച്ച് അയക്കണം. കണ്ടില്ലേ, ഒരു ചെറിയ ജെറ്റ്, അതിനും ചെറിയ ഹോൾസൊക്കെ ഉണ്ടാവും. അതിൽ ഉണ്ടല്ലോ മണ്ണൊക്കെ കയറി, കണ്ട ചളി കയറി, കരട് കയറി ബ്ലോക്കായി കിടക്കുകയാണ്. നമ്മൾ നല്ലതുപോലെ ക്ലീൻ ചെയ്യണം. നമ്മൾ ഈ ടാങ്കൊക്കെ കരടില്ല വണ്ടിയിലൊക്കെ നല്ലോണം കാർബറിലാക്കി വരും. അതുകൊണ്ട് നമ്മൾ ഈ ഒരു കണ്ടില്ലേ, ഈ ഒരു എയർ സ്ക്രൂ കൂടി അയച്ച് ക്ലീൻ ചെയ്യണം. നമ്മൾ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യുമ്പോൾ ആ എയർ സ്ക്രൂ അയക്കുമ്പോൾ അതിൻ്റെ ഉള്ളിൽ ചെറിയ സ്പ്രിങ്ങും ബാഷറൊക്കെ ഉണ്ടാവും, അത് പോകാണ്ട് ശ്രദ്ധിക്കണം. അങ്ങനെ നമ്മൾ ഈ ഒരു എയർ സ്ക്രൂ കണ്ടില്ലേ, തുഞ്ചത്തിന് ചെറിയൊരു നോവായിട്ടുണ്ടാവും, കണ്ടില്ലേ, ഒരു പിന്ന് പോലത്തെ സംഭവം ഉണ്ടാവും. പൊട്ടിപ്പോയാലും ഈ മിസ്സിങ് ഒക്കെ വരും. അതുകൊണ്ട് അതും ശ്രദ്ധിച്ചു കൊടുക്കുക. അതൊക്കെ പുതിയ വാങ്ങാൻ കിട്ടും. പിന്നെ നമ്മൾ വാക്വം പിസ്റ്റൺ എന്തായാലും കാർബറേറ്റർ അയക്കുമ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് വാക്വം പിസ്റ്റൺ ചെക്ക് ചെയ്ത് കൊടുക്കണം. അല്ലെങ്കിൽ മിസ്സിങ്ങും പുള്ളിങ്ങും ഒന്നും റെഡി ആവില്ല. നിർബന്ധമായി നിങ്ങൾ കാർബറേറ്റർ അയക്കുമ്പോൾ ശ്രദ്ധിക്കണം. ഈ ഒരു മെയിനായിട്ട് ഈ പുള്ളിങ് പ്രോബ്ലം, മിസ്സിങ് പ്രോബ്ലം, സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ ഈ ഒരു വാക്വം പിസ്റ്റൺ വരും. നമ്മൾ ഏതൊരു കാർബറേറ്ററിലും നമ്മൾ പറയുന്നതാണ്, കണ്ടില്ലേ. ഇതിന് പിന്നെ വലിയൊരു ഡാമേജ് ഇല്ല, പക്ഷെ നല്ല ഡാമേജ് ഉണ്ടാവുകയാണെങ്കിൽ നല്ല സ്ക്രാച്ച് ഉണ്ടാവും, ഒരു വെള്ള കളറ് വരും ഈ കാർബറിൻ്റെ, ഈ അതുപോലത്തെ ഒരു വാക്വം പിസ്റ്റണിൻ്റെ ഈ ഒരു സൈഡിൽ ഒരു ഇത് വരും. അതിനെക്കൊണ്ട് നല്ല സ്റ്റക്കായി പോകാനൊക്കെ സാധ്യത. പിന്നെ ചില ആൾക്കാർക്കാണ് ഈ വാക്വം പിസ്റ്റൺ ഗ്രീസൊക്കെ അപ്ലൈ ചെയ്ത് കൊടുക്കുന്നത്. അങ്ങനെയൊന്നും ചെയ്ത് ഗ്രീസൊക്കെ അപ്ലൈ ചെയ്ത് കൊടുത്താൽ ചൂടായിട്ട് പിന്നെ ടൈറ്റ് ആവാൻ സാധ്യതയുണ്ട്. അതുകൊണ്ട് അതൊന്നും ചെയ്ത് സ്മൂത്തായി കിട്ടാൻ വേണ്ടിയിട്ടാണ് ചിലർ ഗ്രീസ് ഓയിലൊക്കെ വെക്കാമെന്ന് വിചാരിക്കും ചെയ്ത്. അങ്ങനെ ആകുമ്പോൾ സ്റ്റക്കായി കൂടുതൽ കമ്പിളിലേക്ക് വരിക ചെയ്യുക. നമ്മൾ ചില കാർബറേറ്റർ കഴിക്കുമ്പോൾ കാണലുണ്ട് അങ്ങനെ സ്റ്റക്കായി കിടക്കുന്നത്. കൊണ്ടാണ് പറയുന്നത് ഒരിക്കലും അത് ചെയ്ത് കൊടുക്കരുതെന്ന്. പിന്നെ നമ്മൾ ഒരു വാക്വം പിസ്റ്റൺ ക്ലീൻ ചെയ്യുമ്പോൾ പെട്ടെന്ന് തന്നെ അതിൻ്റെ മുകളിൽ പെട്രോൾ ഒഴിച്ചിരിക്കുന്നെങ്കിൽ ഒരു വേസ്റ്റ് ഉപയോഗിച്ചിട്ട് അവിടെ മാത്രം പെട്ടെന്ന് ഒന്ന് ക്ലീൻ ചെയ്ത് കൊടുക്കണം. അല്ല റബ്ബർ വികസിക്കാൻ ചെറിയ സാധ്യതയുണ്ട്. അതിനെക്കൊണ്ട് അത് മാത്രം അന്നപ്പം ക്ലീൻ ചെയ്ത് കൊടുക്കുകയാണില്ല, അവിടെ തുടച്ച് സൈഡാക്കി വെക്കുക. ബാക്കി നമ്മൾ നീഡിൽ പിന്നെ കാർബൻ്റെ ഈ ഒരു ചേമ്പറത്തെ കപ്പ് അതൊക്കെ നന്നാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കുക ഒരു ബ്രഷ് ഉപയോഗിച്ചിട്ട്, കണ്ടില്ലേ. എന്ന് വെച്ചാൽ നമ്മൾ കാര്യമായിട്ട് നോക്കേണ്ടതെന്ന് വെച്ചാൽ നമ്മൾ നീഡിലും പിന്നെ 2 ജെറ്റുകളുണ്ടല്ലോ, ആ ജെറ്റും നന്നാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കണം. അതിന് ഹോൾസൊക്കെ കറക്റ്റാണെന്ന് നോക്കുക. അതിൻ്റെ ഉള്ളിൽ ചെറിയ കരടുകളോ അങ്ങനെ എന്തെങ്കിലും കുടുങ്ങി കിടക്കുന്നെങ്കിൽ നന്നാക്കി എയറൊക്കെ അഡ്ജസ്റ്റ് ചെയ്ത്, കണ്ടോ, ആ ഒരു കണ്ടില്ലേ, ആ ഒരു കറ ഒട്ടിച്ചെടുക്കുന്ന ആ ഒരു ഹോൾസ് ബ്ലോക്കാക്കി വെക്കണം. ഇങ്ങനത്തെ ഒരു സൈഡ് കത്തി ഉപയോഗിച്ചിട്ട് നന്നാക്കി ക്ലീൻ ചെയ്ത് കൊടുക്കും. പിന്നെ നമ്മളെ ചാനൽ നിങ്ങൾ ആദ്യം കാണുമ്പോൾ സബ്സ്ക്രൈബ് ചെയ്യട്ടോ, സപ്പോർട്ട് ചെയ്യണേ. ഇതുപോലത്തെ വീഡിയോസായിട്ട് അടുത്ത ബെൽ ബട്ടനും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് നമ്മൾ നല്ലോണം വരത്തിട്ട് കുറച്ച് സ്പീഡാക്കിയാണ് കൂടുതൽ ലാഗ് ഉണ്ടാക്കാൻ വേണ്ടിയിട്ട്. പിന്നെ നമ്മൾ അതുപോലെ ഉണ്ടല്ലോ നല്ലോണം ഒന്ന് വരുത്തി കൊടുക്കുക സ്ലൈഡൊക്കെ. അതിന് ശേഷം നമ്മൾ ഒരു പെട്രോളിൻ്റെ ക്യാൻ എടുത്തിട്ട് അതിൻ്റെ ഉള്ളിൽ പെട്രോൾ ഒഴിച്ചാൽ ആ ഹോൾസോ കറക്റ്റാണോ അറിയാം. എന്നിട്ട് നമ്മൾ ലാസ്റ്റ് വേണമെങ്കിൽ നമുക്കൊന്ന് എയർ അടിച്ചിട്ട് ക്ലിയർ ആയി കൊടുക്കട്ടെ. പിന്നെ ഈ ഒരു കണ്ടില്ല എയർ സ്ക്രൂ കണ്ടില്ല തുഞ്ചത്ത്, ആ എയറിൻ്റെ അവിടെ
ഹോൾസിൻ്റെ അവിടെ കണ്ടില്ല ഫുള്ള് കരട് കയറി കിടക്കുന്ന ഭാഗം ഒന്ന് കത്തി ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ അതിൻ്റെ തുഞ്ചത്തേക്കില്ല പിന്നെ പൊട്ടിപ്പോകണം നോക്കണം. ആ പൊട്ടിപ്പോകാൻ സാധ്യത ചില കാർബറേറ്ററൊക്കെ ആ ഒരു ചെറിയൊരു ഗ്യാപ്പ് അവിടെ പൊട്ടിപ്പോയാലും നമ്മളെ മിസ്സിങ്ങും എല്ലാം കംപ്ലയിൻറ്റ് കാണിക്കും. സ്ലോ വർക്കിംഗ് നോക്കില്ല റേസായി കളിക്കും. അങ്ങനെയൊക്കെ ആണെങ്കിൽ നമ്മൾ ആ ഒരു പീസ് മാത്രം മാറ്റാൻ കിട്ടും. നമുക്ക് 10-16 രൂപ ഉള്ളൂ എയർ സ്ക്രൂവിന്. കാർബിൻ്റെ എല്ലാ പാർട്ടും വാങ്ങാൻ കിട്ടും സെപ്പറേറ്റ് ആയിട്ട്. അതുകൊണ്ട് എന്തെങ്കിലും കംപ്ലയിൻ്റ് ഉണ്ടെങ്കിൽ ജെറ്റും ഒക്കെ ഉണ്ടെങ്കിൽ ജെറ്റൊക്കെ മാറ്റി കൊടുക്കുക. ചെറിയ ചെറിയ പ്രൈസോ വരുന്നില്ലോ. പിന്നെ നമ്മൾ അതിൻ്റെ മുകളിൽ ആ വാക്വം പിസ്റ്റൺ വരുന്ന ഭാഗവും മൊത്തത്തിൽ നല്ലോണം ക്ലീൻ ചെയ്ത് പെട്രോൾ ഒഴിച്ചിട്ട് നമ്മൾ ഒന്നില്ല എയർ അടിച്ചു കൊടുക്കണം. എയർ അടിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ അതിൽ 2-3 ഭാഗവും തെറിച്ച് പോകാൻ സാധ്യത ഉണ്ടാവും. ശ്രദ്ധിക്കണം. ഞാൻ പറഞ്ഞല്ലോ ലാസ്റ്റ് നമ്മൾ ഈ ഒരു പെട്രോൾ ഉപയോഗിച്ചിട്ട് കണ്ടില്ലേ ഒരു എയർ സ്ക്രൂവിൻ്റെ ഉള്ളിലേക്കും നല്ലപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണ്ടില്ലേ. ഏതൊക്കെ ഹോൾസ് ഉണ്ട് അതിലൂടെയൊക്കെ പെട്രോൾ ഒഴിച്ച് ക്ലീൻ ആക്കി കൊടുക്കുക. നമ്മൾ ഏതെങ്കിലും ആ ഒരു ഹോൾസ് ബ്ലോക്ക് ഉണ്ടെങ്കിലൊക്കെ ഈ ഒരു മിസ്സിങ് പുള്ളിങ് പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യതയുണ്ട്. അതിനെക്കൊണ്ട് ഞാൻ പറയുന്നില്ല ക്ലീൻ ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എയർ 2 ജെറ്റുകളും എയർ നിർബന്ധമായി അയച്ചു കൊടുക്കണം. ചിലപ്പോൾ ബ്ലോക്കോ ചെറിയ കരടും തോന്നിട്ടുള്ള കയറി കിടക്കുന്നുണ്ടെങ്കിൽ ആ ഹോൾസൊക്കെ ക്ലിയറായി കിട്ടാൻ വേണ്ടിയിട്ടാണ്. എല്ലാ കാർബറേറ്ററും വൃത്തി ഉണ്ടാകണമെന്നില്ല. നമ്മൾ ഈ ടാങ്കൊക്കെ കംപ്ലൈൻറ്റിലെ ചളിയോ കയറിയ വണ്ടിയാണെങ്കിൽ ചളിയോ ഈ തുരുമ്പൊക്കെ പിടിച്ച വണ്ടിയാണെങ്കിൽ കാർബറിലേക്ക് നല്ലതുപോലെ കരടിറങ്ങാൻ സാധ്യത ഉണ്ടാകൊണ്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്ത് കൊടുക്കണം. നല്ല മൈലേജും പുള്ളിങ്ങൊക്കെ കിട്ടും. അതുകൊണ്ട് ആ കാര്യങ്ങളും ശ്രദ്ധിച്ചു കൊടുക്കുക. പിന്നെ നമ്മൾ ഈ ഒരു പാർട്ട് എയർ അടിക്കാൻ വേണ്ടിയില്ല നമ്മൾ എയർ സ്ക്രൂവിൻ്റെ അവിടെ ഒന്ന് അടിച്ച് പിടിച്ചിട്ട് പിന്നെ എയർ അടിക്കുക. അല്ലെങ്കിൽ അതിൻ്റെ ഉള്ളിലെ ആ ഒരു ബാച്ചറും ഒരു ചെറിയൊരു ഓറിങ്ങും അതിൻ്റെ ഉള്ളിൽ ഉണ്ടാവും. അത് തെറിച്ച് പോകാൻ സാധ്യത ഉണ്ടാവും. അതുകൊണ്ട് ശ്രദ്ധിച്ചു കൊടുക്കണം. അതിന് ശേഷം നമ്മൾ അയച്ചെടുത്ത ജെറ്റുകളൊക്കെ തിരിച്ച് അതിലേക്ക് ഇൻസ്റ്റാൾ ചെയ്ത് കൊടുക്കുക. ചെറിയ ജെറ്റും വലിയ ജെറ്റും ആ ടൈറ്റ് ആക്കാനും വിട്ടുപോയത്. അങ്ങനെ ആകുമ്പോൾ മിസ്സിങ്ങോ വണ്ടി സ്റ്റാർട്ടിങ് കംപ്ലയിൻ്റൊക്കെ വീണ്ടും വരുവാക്കുണ്ട്. അയക്കുമ്പോൾ ശ്രദ്ധിക്കണം അതൊക്കെ കറക്റ്റായി ടൈറ്റ് അയക്കുന്നതെന്ന്. എന്നതിന് ശേഷം നമ്മൾ നീഡിലിൻ്റെ ആ ഒരു ഭാഗം നീഡിലിൻ്റെ സ്ക്രാച്ചോ കാര്യങ്ങളോ എന്തെങ്കിലും ഉണ്ടോ നോക്കുക. ആ സ്ക്രാച്ചൊക്കെ സംഭവിച്ചാലാണ് നമ്മൾ ഈ വണ്ടിക്ക് ഓവർഫ്ലോ ഒക്കെ വരിക. അതൊക്കെ ശ്രദ്ധിക്കുക. ഇപ്പോൾ ചെറിയ കരടൊക്കെ നീഡിലിൻ്റെ ഉള്ളിൽ കൂടി ഓവർഫ്ലോ വരും. അതുകൊണ്ട് അതൊക്കെ കാര്യങ്ങൾ നമ്മൾ അയക്കുമ്പോൾ ശ്രദ്ധിച്ചു കൊടുക്കുക. എന്നതിന് ശേഷം നീഡിലിൻ്റെ ഒരു സ്ക്രൂ ഉണ്ടാവും നമ്മൾ ഫ്ലോട്ടിൻ്റെ അവിടെ വരുന്നൊരു പിന്നിൻ്റെ അടുത്ത് ടൈറ്റായി കൊടുത്തതിന് ശേഷം നല്ലതുപോലെ വർക്ക് ചെയ്യുന്നുണ്ടോ നോക്കുക ഫ്ലോട്ട്. എന്നതിന് ശേഷം നമുക്ക് അതിൻ്റെ ആ ഒരു കപ്പ് അവിടെ ഫിറ്റ് ചെയ്യണം. അതിൻ്റെ ഓറിങ് ഒക്കെ നോക്കണം. ഓറിങ് സൈഡോട്ട് പൊട്ടോ അല്ലെങ്കിൽ ചാടി പോയി കിടക്കുന്ന അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അടിയത്തെ ഈ ഭാഗത്തൂടെ പെട്രോൾ വരാൻ സാധ്യത ഉണ്ടാകുന്ന നോക്കണം. നമ്മളെ ഒരു സ്ക്രൂ അവർ പുതിയ ഇട്ടാണ് കണ്ടില്ല. നമ്മളിതിൻ്റെ മുന്നിട്ട് കൊടുത്താണ് കഴിഞ്ഞാൽ നമ്മൾ അയച്ചപ്പോൾ ഇത്ര 10,000-15,000 നമ്മൾ ഈ കാർബറേറ്റർ ക്ലീൻ ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് അയക്കുന്ന വീഡിയോ ചെയ്യാത്ത വെച്ചാൽ നമ്മളെ ചാനൽ കുറേ ഉണ്ട് അയക്കുന്ന വീഡിയോ. അതുകൊണ്ട് അവൻ കൂടി ലാഗാണ്ട് വിചാരിച്ചിട്ടാണ് നമ്മൾ അയക്കുന്ന വീഡിയോ ചെയ്യാണ്ടോ. പിന്നെ നമുക്ക് ഒരു എയർ സ്ക്രൂ ആണ് ഫിറ്റ് ചെയ്യേണ്ടത്. എയർ സ്ക്രൂവിന് അങ്ങനെ എന്തോ കംപ്ലയിൻറ്റ് വരുന്നത് നമ്മൾ മാറ്റി കൊടുക്കണം. നമ്മൾ ഒരു എയർ സ്ക്രൂ ഉണ്ടല്ലോ അതിൻ്റെ ഉള്ളിൽ ഒരു ബാഷറും ഒരു ഓറിങ്ങും ഉണ്ടാവും. നമ്മൾ അയച്ചില്ല. ഒരു സ്പ്രിങ് ഫസ്റ്റ് അതിൻ്റെ ഉള്ളിൽ വെച്ച് കൊടുക്കണം. അതിന് ശേഷമാണ് നമ്മൾക്ക് ആ ഒരു എയർ സ്ക്രൂവിൻ്റെ കണ്ടില്ലേ അപ്പോൾ ക്ലിയറായി കണ്ടില്ല. ആദ്യത്തേത് നല്ല ഒരു കരട് കൂടിയിട്ട് ഒരു സ്മോക്കിൻ്റെ ഒരു ബ്ലാക്ക് കളറിലായി ഒരു ഷെയ്ഡ് അതൊക്കെ ക്ലീൻ ചെയ്ത് ക്ലിയറായി. അപ്പോൾ ഇതിൻ്റെ കംപ്ലയിൻ്റ് അതും കൂടി മാറ്റി കൊടുക്കുക ശ്രദ്ധിക്കുക. എന്നുവെച്ചാൽ ഈ ഒരു എയർ വെക്കേണ്ടി നമ്മൾ ഫസ്റ്റ് തന്നെ 2.5 എയർ വെക്കേണ്ടി നമ്മളെ. അതിന് ശേഷം നമുക്ക് വണ്ടിക്ക് മിസ്സിങ്ങോ ചെറിയ പുള്ളിങ് പ്രോബ്ലം ഒക്കെ ഉണ്ടെങ്കിൽ നമ്മൾ സ്റ്റാർട്ടിങ്ങിൽ സാധാരണ നമ്മൾ എയർ വെക്കുമ്പോൾ വെക്കണം. പിന്നെ ഈ ഒരു വാക്വം പിസ്റ്റൺ ഫിറ്റ് ചെയ്യുമ്പോൾ അവർ ചെറിയൊരു പോലത്തെ സംഭവം കണ്ടില്ലേ അതിൽ ലെവലാക്കി വെക്കണം. എന്നിപ്പോൾ ഒരു ഭാഗത്തേക്ക് വരും. പിന്നെ ഒരു എല്ലാത്തിലും കണ്ടീഷനായിട്ട് കറക്റ്റായിട്ട് ഇറങ്ങി കിടക്കണം കണ്ടില്ലേ. ഇങ്ങനെ പ്രസ്സായി കണ്ടില്ല ആ ഒരു ഇത് ഫ്രണ്ടോട്ടായിക്കട്ടെ ഒരു ഭാഗത്ത് മാത്രമേ വരും അങ്ങനത്തെ ഒരു ക്ലാമ്പ് അല്ല പോലത്തെ സംഭവം. ഇതാകുമ്പോൾ 4 ഭാഗത്തേക്ക് ഇത് വരും. ഇത് എങ്ങനെ ഫിറ്റ് ചെയ്തും കുഴപ്പമില്ല. പക്ഷേ 220 കാർബറേറ്റർ എന്ന് വെച്ചാൽ ഇതിൻ്റെ വാക്വം പിസ്റ്റണൊക്കെ പോയാൽ 1,200 രൂപ റേഞ്ച് വരുന്നുണ്ട്. അതുകൊണ്ട് പറ്റ കാർബറേറ്ററൊക്കെ നല്ല കംപ്ലയിൻ്റ് ഒക്കെ ഉണ്ട്. കാർബറേറ്റർ ഒന്നായിട്ട് മാറ്റി തയ്ക്കും നല്ല 3,100 അത്ര വരുന്നുള്ളൂ. വാക്വം പിസ്റ്റൺ മാത്രം മാറ്റിയിട്ട് കിട്ടുന്നില്ലാത്ത കാർബറേറ്ററൊക്കെയാണ് മൊത്തം അരിയണം. വാക്വം പിസ്റ്റൺ തന്നെ 1000 സംതിങ് വരും. ഉണ്ടോ ഈ ഒരു ഭാഗം പാർട്ട് സ്റ്റക്കായി പോയാലൊക്കെ നമ്മളെ വണ്ടി പുള്ളിങ് ആ ഒരു സ്ക്രാച്ച് സംഭവിച്ചാൽ മിസ്സിങ് സ്റ്റാർട്ടിങ് പ്രോബ്ലം ഒക്കെ വരാൻ സാധ്യതയുണ്ട് കേട്ടോ. കൂടുതലായിട്ട് നമ്മൾ കണ്ടുവരുന്നൊരു കംപ്ലയിൻ്റാണ് ഈ വാക്വം പിസ്റ്റണിൻ്റെ എല്ലാ കാർബറേറ്റർ CB കാർബറേറ്ററിലെല്ലാത്തിലും. അതുകൊണ്ട് ഇതൊക്കെ ശ്രദ്ധിച്ചു കൊടുക്കാം. വീഡിയോ ഇഷ്ടപ്പെട്ടിരിക്കുന്ന ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക.